നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ ധ്രുവചരിതം എന്ന 17ാമത്തെ ദശകം. 16 ദശകം വരെ നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു. അടുത്തതായി ധ്രുവചരിതം. പ്രിയമുള്ള പ്രേക്ഷകർ, 1ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. ഉത്താനപാദ നൃപതേഃ മനുനന്ദനസ്യ ജായാ ബഭൂവ സുരുചിർ നിതരാമഭീഷ്ട അന്യാസുനീതിരിതി ഭർത്തുരനാദൃദാസ ത്വാമേവ നിത്യം അഗതിഃ ശരണം ഗതാഭൂത്. ഇനി ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. ഉത്താനവാദ നൃപതേഹേ മനുനന്ദനസ്യ ജായാ ബഭൂവ സുരുചിഃ നിതരാം അഭീഷ്ട അന്യ സുനീതിഃ ഇതി ഭർത്തുഃ അനാദൃത സ ത്വാം ഏവ നിത്യം അഗതിഃ ശരണം അഭൂത്. അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. ഉത്താനപാദ നൃപതേഹേ മനുനന്ദനസ്യ നിതരാം അഭീഷ്ട സുരുചിഃ ഇതി ജായ ബഭൂവ ഭർതൃഃ അനാദൃത അന്യ സുനീതിഃ സാ നിത്യം ത്വാമേവ അഗതിഃ ശരണം ഗത അഭൂത്. അടുത്തതായി ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. മനുപുത്രനായ ഉത്താനപാദന് തൻ്റെ ഭാര്യമാരിൽ ഏറ്റവും പ്രിയം സുരുചി എന്ന ഭാര്യയോടായിരുന്നു. രണ്ടാമത്തെ പത്നിയായ സുനീതിയാകട്ടെ ഭർത്താവിനാൽ അവഗണിക്കപ്പെട്ട് അങ്ങേയറ്റം വിഷമ ഹൃദയത്തോടെ സാക്ഷാൽ വിഷ്ണുവിനെ തന്നെ, ഭഗവാനെ തന്നെ നിത്യവും ശരണം പ്രാപിക്കുവാൻ തുടങ്ങി എന്ന് സാരം. നമസ്തേ.